ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കപ്പ വച്ചിട്ട് ഒരു കട്ട്ലറ്റാണ് ചെയ്യാൻ പോണേ. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്നുള്ള പ്രോസസ്സിലോട്ട് പോവാം. ആദ്യം ഒരു കുക്കർ എടുത്ത് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കപ്പ നല്ല കഴുകി ചെറിയ ചെറിയ പീസസ് ആക്കി വച്ച് ഇനി നമ്മൾ ഇത് കുക്കറിലോട്ടിട്ട് ഒരു 3 വിസിൽ മതി. കൂടുതലായിട്ട് നമുക്ക് വേവേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് 3 വിസിൽ മതി. ഇതിപ്പോൾ ഞാൻ കുക്കർ അടച്ചു വയ്ക്കുകയാണ്. ഇതിൽ ഉപ്പ്, മഞ്ഞൾ ഒന്നും ഞാൻ ആഡ് ചെയ്യണില്ല, അങ്ങനെ അങ്ങ് വേവിക്കാൻ വയ്ക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ഒരു കടായി എടുത്തിട്ട് ഫസ്റ്റ് ഒരു 4 സ്പൂണ് എണ്ണ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഒരു കപ്പ് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ട് കളർ മാറുമ്പോഴത്തേക്കും ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ കപ്പ ഈ വിധത്തിൽ മതി, നല്ല സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് നല്ലപോലെ വരില്ല. വെള്ളം മൊത്തം എടുത്ത് കുക്കറിൽ നിന്ന് ഞാൻ ഡ്രെയിൻ എടുത്തിട്ട് ഉള്ള കപ്പയാണ്. ഇതിനെ നല്ല ഒന്ന് സ്മാഷ് ചെയ്ത് നല്ല ഒന്ന് സ്മാഷ് ചെയ്ത് അതിനെ നമുക്ക് സോഫ്റ്റായിട്ട് ചെയ്തെടുക്കണം. അന്നേരം നമുക്ക് കട്ട്ലറ്റിന് നമുക്ക് റോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. സ്മാഷ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ പിന്നെയും അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ബൗളിലോട്ട് മാറ്റി വെച്ചേക്കുന്ന ആ കപ്പ എടുത്ത് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ ഈ മിക്സ്ചർ എല്ലാം കൂടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ആ എരിവും ഇതെല്ലാം കൂടെ ഇതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തവയിലിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരം അത് തണുപ്പ് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടൊന്നുമില്ല. ഇനി നമുക്ക് റോൾ ചെയ്യാൻ കറക്റ്റായിട്ടിരിക്കും. ഇനി ഞാൻ ഇതേപോലെ ഒരു ചെറിയ ഒരു ബൗൾ എടുത്തിരിക്കുകയാണ്. ഇതിൽ 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്യണേ. അതിൽ 1 സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യണം. ഡിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്യണേ. 1 സ്പൂണ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇതിൽ കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് എങ്ങനെ വയ്ക്കുമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം പോലെ ഇരിക്കണം, തിക്കാവാൻ പാടില്ല. സോ ഫസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് ഉണ്ട്. ഇനി ഒരു കപ്പിൽ
ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിപ്പ് ചെയ്യാനുള്ള. ഇനി നമുക്ക് ഈ ഷേപ്പിലാണ് നമുക്ക് റോൾ ചെയ്യേണ്ടത്. ഇതാ റൗണ്ട് ഷേപ്പിലും അല്ല, ഇതാ ഈ ഷേപ്പിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിനെ ഇതാ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്താൽ മതി. വേണ്ട, ഇങ്ങനെ റോൾ ചെയ്താൽ മതി. റോൾ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാ കട്ട്ലറ്റ്സും നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ എന്താ എല്ലാം ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ റോൾസായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബ്രൗൺ കളർ റോൾസ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റാം. ഇനി അടുത്ത റോൾസും കൂടെ നമുക്ക് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇതാ എല്ലാ റോൾസും റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ അകം ഇരിക്കണേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.